നമ്മൾ ഓരോ വീട്ടമ്മമാരും കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ കുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ ആരും പറയാത്ത ഒരു കാര്യമാണ് അല്ലേ, എന്നാൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടി ധൈര്യത്തോടു കൂടി ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ മീഡിയയ്ക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യമായി ആ കുട്ടിക്ക് അഭിനന്ദനങ്ങൾ. അതായത് നമ്മൾ ഓരോരുത്തരും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് കളിയാക്കുന്ന ഒരു രീതിയുടെ പഴയ തലമുറയിലുള്ള ആളുകൾ. അതായത് അവർ പറയുന്നത് ഞങ്ങളും ഇതുപോലെ ധാരാളം കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളത്, അന്നൊന്നും ഞങ്ങൾക്ക് തോന്നാത്ത എന്ത് ഡിപ്രഷനാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ അതിന് വ്യത്യാസമുണ്ട്. അന്നത്തെ തലമുറയിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. അതായത് ആരെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് കരയുമ്പോഴോ അമ്മയ്ക്ക് ആഹാരം കഴിക്കുമ്പോഴോ അമ്മയ്ക്ക് കുളിക്കാൻ പോകുമ്പോഴോ ഒക്കെ ആ കുഞ്ഞിനെ മാറിയെടുക്കാൻ ആളുണ്ട്. ഇന്നത്തെ സ്ഥിതി അതല്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്കുണ്ട്. എക്സാമ്പിൾ ഒരു കാര്യം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. അതായത് നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ച ആ ഒരു സമയം വീട്ടിൽ ആരുമില്ല, ഹസ്ബൻഡ് ജോലിക്ക് പോയി, ഞാൻ തനിച്ചാണ്. കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിരിക്കുന്ന ആ സമയം നോക്കിയാണ് കുളിക്കുകയോ ആഹാരം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ആ ഒരു ചോറ് എടുത്ത് വായിൽ വെക്കുന്ന ആ സമയം കുഞ്ഞുണരും. അപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റാതെയാകും. ആ ആഹാരം കൊണ്ട് കളഞ്ഞിട്ട് ആ കുഞ്ഞിനെ നോക്കും. ഇതുപോലെ തന്നെയാണ് കുളിക്കാൻ പോകുമ്പോൾ നമുക്ക് മനസ്സമാധാനത്തോടെ ഒരു കാര്യവും ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്ത് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോൾ അതൊക്കെ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾ കൂടി അഡ്ജസ്റ്റ് ചെയ്യണം, മനസ്സിലാക്കണം അല്ലേ. അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരെ മാനസികമായിട്ട് ഹസ്ബൻഡ് ഉൾപ്പെടെ, ഹസ്ബൻഡും ആ വീട്ടിലുള്ള ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആ കുട്ടിക്ക് അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ആ കുട്ടിക്ക് ഒന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കാനോ ഒക്കെയുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമ്മളായിട്ട് ഒരുക്കി കൊടുക്കുക. ഹസ്ബൻഡായാലും ആരും ആ കുട്ടിയെ കുറ്റപ്പെടുത്താതിരിക്കുക, ആ കുട്ടിയോട് ചേർന്ന് നിൽക്കുക. അതാണ് വേണ്ടത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത് വെറുതെ അങ്ങ് ഉണ്ടാകുന്ന ഒന്നല്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒഴിവാക്കാനുള്ള നല്ലൊരു മെത്തേഡാണ് നമ്മളോടൊപ്പം നമ്മുടെ ഹസ്ബൻഡിൻ്റെ കുടുംബാംഗങ്ങളും നമ്മുടെ കൂടെയുള്ളവരാരാണോ അവർ നമ്മോടൊപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാവുന്നതാണ്. ഇത് എല്ലാം ആ കുട്ടി ഫേസ് ചെയ്യണം. ആ കുട്ടിക്ക് നേരെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ആ കുട്ടിയുടെ മറ്റു ജോലികളുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, വാഷ് ചെയ്യാൻ സാധിക്കുന്നില്ല, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, പിന്നെ മൊത്തത്തിൽ ഒരു ബോഡി ചേഞ്ച് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡിപ്രഷനും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോവുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ആരെങ്കിലുമൊക്കെ ഹെൽപ്പിങ്ങിന് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാ ദുഃഖങ്ങളും മറക്കും. നമ്മളെല്ലാ ദുഃഖങ്ങളും മറന്ന് ആ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ നിന്നും നമ്മുടെ റിയൽ ലൈഫിലോട്ട് നമ്മൾ എത്തിപ്പെടും. അപ്പോൾ അതിനുള്ള വഴി ഒരുക്കേണ്ടത് വീട്ടിലുള്ള ഹസ്ബൻഡ് ഉൾപ്പെടെയുള്ള മറ്റു കുടുംബാംഗങ്ങളാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ അമ്മയെ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഒരു അമ്മ എന്ന് പറയുന്നത് ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ പ്രഗ്നൻസി ടൈം മുതൽ ആ കുഞ്ഞ് വളർന്ന് മാറി നിൽക്കുന്ന ആ ഒരു വയസ്സ് വരെ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദവും ഒരു ഡിപ്രഷനും അത് എത്രത്തോളമാണെന്ന് നമുക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അത് നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മറ്റു കുടുംബാംഗങ്ങളും ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളും മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരെ ഒന്ന് ചീറപ്പായിട്ട് നിർത്തുക. അതാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും കോൺസെൻട്രേഷനും ശ്രദ്ധയും ആ കുഞ്ഞിലോട്ടാണ് പോകുന്നത്. അത് വേണം, അതില്ല എന്ന് പറയുന്നില്ല. അത് തീർച്ചയായിട്ടും വേണം. നമ്മുടെ കുഞ്ഞിനെ അത്രയും കെയർ ചെയ്യേണ്ടത് നമ്മുടെ കൂടെയുള്ളവരാണ്. അതോടൊപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയെയും ആ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ തന്നെ ആ അമ്മയെയും കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അവരുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും അവരെയും നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. താങ്ക് യു.